ശൈലി മാറണം എന്നു തന്നെയാണ് അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാർലമെന്ററി സംവിധാനത്തിൽ തുടർച്ചയായി അധികാരം കിട്ടുമ്പോൾ സംഭവിക്കാവുന്ന അപജയത്തിൻ്റെ ശീലങ്ങൾ, അപജയത്തിൻ്റെ ലക്ഷണങ്ങൾ കേരളത്തിലും കണ്ടുവരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, പിണറായി വിജയൻ എന്ന നേതാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രതികരണങ്ങൾ മാറുന്ന ഒരു കാഴ്ച കഴിഞ്ഞ 5-6 വർഷങ്ങളായി നമുക്ക് കാണാം. ചുരുങ്ങിയ പക്ഷം കഴിഞ്ഞ 3 വർഷങ്ങളായെങ്കിലും വ്യത്യസ്ത സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണത്തിൻ്റെ ശൈലി ഒന്ന് പ്രേക്ഷകർ എടുത്തു നോക്കിയാൽ മതി. അതെന്തുകൊണ്ടാണ്? ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. സച്ചിദാനന്ദൻ മാഷ് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടതുപോലെ 2 ടേം ഒരു പാർട്ടിയെ അഹങ്കാരികളാക്കുകയും 3ാമത്തെ ടേം നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ സഖാക്കളോട് പറയുകയാണ്, അടുത്ത തവണ നിങ്ങൾ അധികാരത്തിൽ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. കാരണം അത് പാർട്ടിയുടെ അവസാനമായിരിക്കും. അത് ദേശീയ രാഷ്ട്രീയത്തെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള സച്ചിദാനന്ദൻ മാഷിൻ്റെ ഒരു അഭിമുഖമായിരുന്നു. ആ അഭിമുഖം വിവാദമായതിനു ശേഷം സച്ചിദാനന്ദൻ മാഷിന് ആ പ്രസംഗം തന്നെ ഒടുവിൽ തിരുത്തേണ്ടി വന്നു. ആ പ്രസംഗത്തിൽ താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതല്ല എന്ന് പറയേണ്ടി വന്നു. വളരെ സുവ്യക്തമായ രീതിയിൽ, കൃത്യമായ ശൈലിയിൽ തന്നെയാണ് സച്ചിദാനന്ദൻ മാഷ് അത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പിൻവലിക്കേണ്ട ഒരു സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായത്? എം.എൻ. വിജയൻ മാഷ് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ പോയാൽ പാർട്ടി ഉണ്ടാവും, പക്ഷേ പാർട്ടിക്കൊപ്പം ജനങ്ങളുണ്ടാവില്ല. എന്താണ്? അധികാരം എപ്പോഴും നമ്മളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഇന്ത്യ-പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം പോലെ രാഷ്ട്രീയത്തിൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ CPM-ൻ്റെയും BJP-യുടെയും മത്സരത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് അടിസ്ഥാനമായൊരു പാർലമെൻ്ററി സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു വർഗാധിഷ്ഠിതമായിട്ടുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ശൈലി ഒരു പക്ഷേ അധികാരത്തിലേക്ക് അടുക്കുന്ന സമയങ്ങളിൽ, ചില സമയങ്ങളിലെങ്കിലും നഷ്ടം വന്നേക്കാം. അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കേണ്ട പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ജൈവിക ബുദ്ധിജീവികളാണ് ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക ഇടങ്ങളും. ആ സാംസ്കാരിക ഇടങ്ങൾ പോലും പിണറായി ശൈലിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അത് യഥാർത്ഥത്തിൽ പാർട്ടിക്കോ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിനോ ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അതുകൊണ്ട് മാറേണ്ടത് പാർട്ടി മാത്രമല്ല, പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ബഹുജന വർഗ സംഘടനകൾ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ 8 വർഷത്തിനു ശേഷം SFIക്ക് അധികാരം നഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്? എന്തുകൊണ്ടാണ് പൂക്കോട് നടന്ന സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കോ പാർട്ടിയിലെ സാംസ്കാരിക നായകന്മാർക്കോ വ്യത്യസ്തമായ നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഗീവർഗീസ് കുറിലോസ് തിരുമേനിയെ ഈ പറയുന്ന വിവരദോഷി എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നും അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കെതിരെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്നും സാംസ്കാരിക നായകന്മാർക്ക് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യമുള്ള ഒരു ഇടതുപക്ഷം സാംസ്കാരിക മേഖലയിൽ ഉണ്ടാകാതെ പോകുന്നത്? മാധ്യമങ്ങളിലടക്കമാണ് കേട്ടോ. നമ്മൾ 2 രീതിയിൽ പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നവർ, അതല്ലെങ്കിൽ പിണറായി വിജയനെ ആക്രമിക്കുന്നവർ. ഈ രീതിയിലേക്ക് നമ്മളുടെ സാമൂഹിക സാംസ്കാരിക പരിസരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ വേഗം ഇങ്ങനെ സംസാരിക്കുന്ന നമ്മളെപ്പോലും വളരെ വേഗം നിങ്ങൾ വർഗരാഷ്ട്രീയത്തിൻ്റെ മറ്റേ അറ്റത്ത് നിർത്തുകയും നിങ്ങൾ പാർട്ടി വിരുദ്ധരാണെന്നും ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ ഈ അപകടത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അതുകൊണ്ട് ശൈലി മാറ്റേണ്ടത് പാർട്ടി മാത്രമല്ല, പാർട്ടിയെ പിന്തുണച്ചു നിർത്തുന്ന ബഹുവർഗ സംഘടനകൾ കൂടിയാണ്, സാംസ്കാരിക പരിസരം കൂടിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയും. ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ശ്രദ്ധാപൂർവം നോക്കിയ തിരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിലൊന്ന് തപാൽ വോട്ടുകളിൽ സംഭവിച്ചിരിക്കുന്ന കുറവാണ്. നോക്കൂ ഉണ്ണി ബാലകൃഷ്ണൻ, നമ്മൾ ഇന്നവരെ കേട്ടിട്ടില്ല തപാൽ വോട്ടുകൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പിൽ എണ്ണുമ്പോൾ മിക്കവാറും മണ്ഡലങ്ങളിൽ LDFനാണ് ലീഡ് ഉണ്ടാവുക. കാരണം വളരെ കൃത്യമായി ഓർഗനൈസ് ചെയ്യപ്പെട്ട സർവീസ് സംഘടനകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും സർവീസ് വോട്ടുകളിൽ എന്ന് മാത്രമല്ല, ഈ വീട്ടിലെത്തി വോട്ട് ചെയ്തവരുടെ വോട്ടർ എണ്ണി തുടങ്ങുമ്പോൾ അതിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഇടതുപക്ഷം പിന്നിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലും ഒപ്പം ഈ ബഹുജന വർഗ സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന NGO യൂണിയനിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ, കേഡർ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ പോലും, പാർട്ടി അനുഭാവികൾ പോലും പാർട്ടിക്കെതിരായി മാറുന്ന വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വോട്ടിങ്ങിൽ മാത്രമല്ല, അത് നിരന്തരമായ വിമർശനത്തിൻ്റെ ശൈലിയിലൂടെ മാത്രമേ അത് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കൂ. പക്ഷേ പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രതികരണത്തെ നമ്മൾ മാറ്റുന്നതെങ്കിൽ അത് അപകടകരമായ ഒരവസ്ഥയുണ്ടാക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. മറ്റൊരു ഉദാഹരണം പറയാം. നവകേരള സദസ്സുമായി
വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറെ ചർച്ച ചെയ്തല്ലോ. നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി ഈ തിരഞ്ഞെടുപ്പിൽ CPM-നെതിരെ വോട്ട് രേഖപ്പെടുത്താൻ. കൺമുന്നിൽ കണ്ട കാഴ്ചയാണ്. പൂച്ചട്ടി എടുത്ത് തലയ്ക്കടിച്ച് നിങ്ങൾ ഒരാളെ അപകടത്തിലാക്കുമ്പോൾ, അയാളെ നിങ്ങൾ പരിക്കേൽപ്പിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുമ്പോൾ ആ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ശൈലിയെ വിമർശിക്കാനോ അത് മാറ്റണമെന്ന് പറയാനോ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാംസ്കാരിക നായകന്മാരോ തയ്യാറായിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ കുറ്റകരമായ മൗനം പാലിച്ചിരിക്കുന്ന സാംസ്കാരിക പരിസരത്തെ നായകന്മാരും ആ അർത്ഥത്തിൽ ശൈലി മാറണം എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണുന്നതേയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിൻ്റെ ആശയ പരിസരം എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് ദ്വിമുഖമായ ആശയ പരിസരത്ത് നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഇന്ത്യ മുന്നണി നേരിട്ടത്. അത് തീർച്ചയായും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൻ്റെതാണ്. അവിടെ കാസ്റ്റ് സെൻസസിൻ്റെ രാഷ്ട്രീയമുണ്ട്, അവിടെ ഒപ്പം തന്നെ മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, സാമൂഹികമായി ഉൾച്ചേർക്കലിൻ്റെ രാഷ്ട്രീയമുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പിടിച്ചു നിർത്തുന്നത് ഒപ്പം തന്നെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ, ഒപ്പം തന്നെ കർഷകരുടെ ഈ സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും ഇടതുമുന്നണി വഹിച്ചിരിക്കുന്ന പങ്ക് ചെറുതല്ല. പ്രത്യേകിച്ച് കർഷക സമരങ്ങളിൽ ഇടതുമുന്നണിയാണ് അതിൻ്റെ പ്രായോഗികമായ ആശയ സിദ്ധാന്തം തന്നെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ട്രേഡ് യൂണിയൻ സംഘടനകളുടെ വിവിധ സമരങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടിരിക്കുന്ന ദേശീയ പണിമുടക്കുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് നോക്കൂ. ഇന്ത്യയിലെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏകദേശം ഈ അസംഘടിത തൊഴിലാളികളാണ് 95%. ആ അസംഘടിത തൊഴിലാളികളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരെ ഉണർത്താൻ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോദി വിരുദ്ധമായിട്ടുള്ള ഈ വോട്ടിംഗ് ശൈലിയിൽ ഇടതുപക്ഷത്തിൻ്റെ ആശയ പരിസരമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ആശയമാണ് ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണ നേടിയിരിക്കുന്ന 5 സീറ്റുകളിൽ നിന്ന് 8 സീറ്റുകൾ എന്ന നാമമാത്രമായ വളർച്ചയുണ്ടായിട്ടുള്ളതെങ്കിലും അത് ഇന്ത്യ മുന്നണിക്ക് നൽകിയിരിക്കുന്ന രാഷ്ട്രീയമായ മാറ്റത്തിൻ്റെ സോഫ്റ്റ്വെയറായി ആശയ പരിസരമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്ന ആശയത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. പക്ഷേ അത് കേവലം നമ്പറിൽ മാത്രമല്ല, ഇടതിൻ്റെ ആശയ പരിസരത്താണ്. പക്ഷേ അത് കേരളത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മാറിയ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ വർഗസമരത്തിൻ്റെ ആശയങ്ങളും ഒപ്പം തന്നെ തങ്ങൾ കൈക്കൊള്ളേണ്ട രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രവും ഇക്കാര്യത്തിൽ ഒരു വൈരുദ്ധ്യം അവിടെ ഉണ്ടായി. ദേശീയ തലത്തിൽ ഒരു സമീപനവും സംസ്ഥാന തലത്തിൽ മറ്റൊരു സമീപനവും സ്വീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ CPM എത്തപ്പെട്ടു. നമ്മൾ പുറത്തുപോയി ചർച്ച ചെയ്യുമ്പോൾ ചില അതിഥികളും നാട്ടുകാരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദേശീയ തലത്തിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിന്ന് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. സംസ്ഥാനത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി ഏറ്റവും മോശമായ കാൻഡിഡേറ്റായി ചിത്രീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിനു പുറത്ത് CPM-മായി സഖ്യത്തിലിരിക്കുന്ന കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് പാർട്ടിയുടെ മുഖപത്രം എഴുതുന്നു. നോക്കൂ, ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ മുഖപത്രത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: 50 കടക്കില്ല കോൺഗ്രസ് എന്നാണ്. അതേസമയം ഇന്ത്യക്ക് പുറത്ത് കോൺഗ്രസുമായി സഖ്യം ചേരുന്ന ഇടങ്ങളിലെല്ലാം തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഡിണ്ടിഗലിൽ മധുരയിൽ ഒക്കെ എങ്ങനെയാണ് CPM കോൺഗ്രസുമായി സഖ്യത്തിലാവുന്നത്? അവിടെ കോൺഗ്രസ് വിജയിക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിനുള്ളിലെ പാർട്ടിയിലെ പത്രം എഴുതുകയാണ് ഇന്ത്യ മുന്നണിയിൽ തങ്ങൾ കൂടി സഖ്യം ചേർന്നിരിക്കുന്ന ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ നയിക്കുന്ന കോൺഗ്രസ് 50 കടക്കില്ല എന്ന് പാർട്ടി പത്രം എഴുതുന്നത് സ്വാഭാവികമായും വോട്ടിൽ ഒരു ആശങ്ക സൃഷ്ടിക്കും. അപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള തന്ത്രങ്ങൾ സ്വീകരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടിയായി മാറി. നമുക്കുണ്ടാവേണ്ടത് ദേശീയ തലത്തിലെ ഒരു ആശയമാണെങ്കിൽ ആ ദേശീയ തലത്തിലെ ആശയങ്ങൾക്കൊപ്പം നിൽക്കാം. ഇതൊരു ഫ്രണ്ട്ലി മാച്ചായി നമുക്ക് മത്സരിക്കാം. പക്ഷേ അങ്ങനെയാണോ രാഹുൽ ഗാന്ധിയുമായി പിണറായി വിജയൻ ഏറ്റുമുട്ടിയത്? ഈ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന അതേ അളവിലെങ്കിലും ചുരുങ്ങിയ പക്ഷം രാഹുൽ ഗാന്ധിയെ കൂടി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും നേർക്കുനേർ വരികയാണ് കേരളത്തിൽ. അത് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള പിഴവ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരമൊരു തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വീകരിക്കേണ്ട ഒരു നിലപാട് അതായിരുന്നില്ല. ദേശീയ തലത്തിലെ വൈരുദ്ധ്യവും സംസ്ഥാന തലത്തിലെ വൈരുദ്ധ്യവും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട അത്തരം തിരഞ്ഞെടുപ്പ് വേളകളിൽ ഈ ശൈലിയും തന്ത്രവും സ്വീകരിക്കുന്ന കാര്യത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകളിൽ മാറ്റം വരണം എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ടേക്ക്. മൂന്നാമത്തത് നോക്കൂ, സമുദായ എഞ്ചിനീയറിംഗ്, സോഷ്യൽ കമ്മ്യൂണിറ്റി എഞ്ചിനീയറിംഗ് ദയനീയമായി പരാജയപ്പെട്ടു പോയൊരു തെരഞ്ഞെടുപ്പാണ് ഇക്കുറി കണ്ടത്. അതാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത്. BJPയുടെ വളർച്ച വളരെ നിശബ്ദമായിരുന്നു. നിശബ്ദമായി BJP വളർന്ന ഇടങ്ങളിലെല്ലാം പിന്നാക്കം പോയിരിക്കുന്നത് കോൺഗ്രസിനോടൊപ്പം CPM-ഉമാണ്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കണക്ക് ഞാൻ പറയാം. ആലപ്പുഴയിൽ ഒന്ന് വരൂ. ആലപ്പുഴ ഈ ഇഴവ വിഭാഗത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഇടങ്ങളിലെല്ലാം BJPയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ വളരെ വലിയ രീതിയിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്
കൊടുത്തത് CPM-നാണ്. 11% ആലപ്പുഴയിലെ ബിജെപിയുടെ വളർച്ച. 11% വളർച്ചയാണ്. അതേസമയം നോക്കൂ, വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് നോക്കൂ. ചേർത്തലയിൽ മാത്രം എടുത്തു വരൂ. കഴിഞ്ഞ തവണ ആരിഫ് 16,894 വോട്ട് ലീഡ് ചെയ്ത സ്ഥലമാണ് ചേർത്തല. ആ ചേർത്തലയിൽ BJP-ക്ക് 40,474 വോട്ടുകൾ കിട്ടുകയാണ്. ചെറിയ കണക്കല്ല. എന്തുകൊണ്ടാണ് ഈ വളർച്ച ഉണ്ടാവുന്നത്? ചേർത്തലയിലെ കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റി. അപ്പൊ ഈഴവ കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് CPM-ന്റെ ഫോൾഡിൽ നകന്നു പോകുന്നത്? കണ്ണൂരിൽ തീയ വോട്ട് ബാങ്കിൽ നിന്ന് CPM-ൽ നിന്ന് വോട്ടകന്ന് BJP-യിലേക്ക് പോവുകയാണ്. അതല്ലെങ്കിൽ UDF-ലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ വോട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കായംകുളത്ത് മൂന്നാമതെത്തുന്നു എന്നുള്ളതാണ്. ഹരിപ്പാട് BJP-യുമായുള്ള വ്യത്യാസം 5,352 വോട്ടാണ്. വിപ്ലവഭൂമിയായ അമ്പലപ്പുഴയിൽ എത്രയാണെന്നറിയാമോ? 112 വോട്ടുകൾക്ക് മാത്രം പിന്നിലാണ് LDF എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ചിത്രം. ഈ ചിത്രങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് കമ്മ്യൂണിറ്റി സോഷ്യൽ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വിശദമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇസ്ലാമോഫോബിക്കായ ഒരു നരേഷനെ, ഇസ്ലാമോഫോബിക്കായ ഒരു ആഖ്യാനത്തെ ഈഴവ സമുദായം ഉൾക്കൊണ്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് അത്യന്തം അപകടകരമാണ്. പൗരത്വത്തിനു വേണ്ടി, ഒപ്പം തന്നെ ന്യൂനപക്ഷ ക്ഷേമത്തിനു വേണ്ടി, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമയം ചിലവഴിക്കുന്ന ഘട്ടത്തിൽ അത് സൃഷ്ടിക്കുന്ന ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു അന്തരീക്ഷത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇടതുമുന്നണിക്ക് സാധിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഹിന്ദുമതത്തിലോ ക്രിസ്തുമതത്തിലോ ആ സമൂഹങ്ങളിലെ ഏതെങ്കിലും ഒരു സമുദായം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിന് കീഴ്പ്പെടാതെ ഇരിക്കാൻ ഇനി സാധ്യതയില്ല എന്നുള്ളതാണ്. ഇടമലക്കുടിയിൽ CPM-നോളം പോകുന്ന അംഗസംഖ്യ ആർക്കുണ്ട്? BJP-ക്കുണ്ട്. ഏക ആദിവാസി പഞ്ചായത്താണ്. അപ്പോൾ ആദിവാസി മേഖലകളിലേക്ക് BJP-ക്ക് റോഡ് വെട്ടാൻ സാധിക്കുന്നു. ഈഴവ മേഖലയിലേക്കും തീയ മേഖലയിലേക്കും വോട്ട് വെട്ടാൻ സഹായിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് BJP-യുടെ വളർച്ച സഹായിക്കുന്നു. ഇവിടെയെല്ലാം CPM ഉണ്ടാക്കിയിരിക്കുന്ന ബേസിൽ സംഭവിക്കുന്ന ചോർച്ച ചെറുതല്ലാത്തതാണ്. മൊത്തത്തിലെടുക്കുമ്പോൾ ശതമാനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്ന് കണക്ക് പറയുമ്പോഴും ബേസിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന വോട്ട് ഷിഫ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കോവിഡ് കാലത്ത് പിണറായി വിജയൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രതിച്ഛായയുണ്ട്. മാധ്യമങ്ങളെ വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് എല്ലാ ടെലിവിഷനുകളുടെയും റേറ്റിംഗ് ചാർട്ടിൽ ഒന്നാമത് നിന്നിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വൈകുന്നേരത്തെ പത്രസമ്മേളനങ്ങളായിരുന്നു. ഈ ടെലിവിഷൻ സീരിയലുകളെ പോലും കവച്ചുവെച്ച പത്രസമ്മേളനങ്ങളായിരുന്നു എല്ലാം. ബ്രേക്കിലായിരുന്നു. ഇടവേള പോലും കൊടുക്കാതെയാണ് നമ്മളത് തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നത്. ആ ഘട്ടത്തിലെല്ലാം പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലിയിൽ ഒരു കരുതലുണ്ടായിരുന്നു. ആ കരുതലിൽ മനുഷ്യർക്ക് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഉപയോഗിച്ചത് ഞാൻ കേൾക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീടിന് പുറത്ത് വെള്ളം വയ്ക്കണം. പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ഈ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ മറ്റെങ്ങും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഈ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരെ കൂടി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതൊക്കെ പറഞ്ഞ് കരുതലിൻ്റെ ശബ്ദമായി തീരുന്നൊരു പിണറായി വിജയനുണ്ട്. അവിടെയാണ് ജനങ്ങൾക്ക് സർക്കാരുമായിട്ടുള്ള അകലം കുറയുകയും അടുത്തു വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കിറ്റടക്കമുള്ള സാമൂഹികമായിട്ടുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ കരുതലിൻ്റെ ഭാഗമായൊരു സ്റ്റേറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ 2021 ശേഷം അതേപടി നിലനിർത്താൻ ഭരണ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. പാർട്ടി ഘടകങ്ങളിൽ ശരിയാണ്, DYFI പൊതിച്ചോറ് വഴിയൊക്കെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് DYFIയിൽ മാത്രമായി, ആ ഘട്ടത്തിൽ മാത്രമായി ചുരുങ്ങുന്നു. പക്ഷേ അത് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഒരു DYFI നേതാവിന് വിളിച്ചു പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാത്തത് എന്ന ചോദ്യത്തിന് ഭാഗമായി DYFI ചെയ്ത സേവനങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്തില്ല എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ടർ പുറത്തുവിട്ട സംവാദത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ ട്രോളുകളാണ് കൊല്ലത്ത് നടന്ന ചർച്ചയിൽ. ഇതൊക്കെ ജനമനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നത് പാർട്ടി മനസ്സിലാക്കുകയും അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ കൂടി ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണ്, ഈ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളിൽ നിന്ന് അകലാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, ഒരു ഭാഗത്ത് കേരളീയം പോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണകർത്താക്കൾ അവരുടെ സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയാണെങ്കിലും വിദേശ യാത്രകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാവും. മറിയച്ചേച്ചി എന്നുള്ളതൊരു വലിയ പ്രതിപക്ഷത്തിൻ്റെ സിമ്പലാണ്. അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് എന്ത് പ്രതിച്ഛായ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതാണ് ചോദ്യം. നവകേരള സദസ്സ് നിങ്ങൾ കൊണ്ടുവന്നു, ഒരു നല്ല എക്സസൈസ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ആത്യന്തികമായി ലക്ഷ്യം പരാജയപ്പെട്ടത് കോട്ടയത്തെത്തുമ്പോഴാണ്. കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ ആ വേദിയിൽ നിന്ന് ഇറക്കിവിടുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. എന്താണ് അവിടെ ആ വേദിയിൽ നിന്ന് ഇറക്കിവിടുന്നു എന്ന് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തിരുത്തിയത്, ക്ഷമിക്കണം, ഇറക്കിവിട്ടു എന്നല്ല. എന്താണ് തിരുത്തിയത്? ഈ തോമസ് ചാഴിക്കാടന് കാര്യം അറിയില്ല, ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? തോമസ് ചാഴിക്കാടൻ കരുതിയിരുന്നത് ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളൊരു തുറന്ന വേദിയാണ് എന്നാണ്. പക്ഷേ അത് ദേശീയ ഗവൺമെൻറ്റിനെതിരെ, നാഷണൽ ഗവൺമെൻറ്
ഗവൺമെന്റിനെതിരെ ഒരു വിമർശന വേദിയാണ് അത് എന്ന് പാവം ഷാഹിക്കാടന് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് പിന്നീടാണ് CPM അതിൻ്റെ നവകേരള സദസ്സിന്റെ ഡെഫിനിഷൻ മാറ്റുന്നത്. ഇത് സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വിശദീകരണ യോഗമാണ് നവകേരള സദസ്സ് എന്നതിലേക്ക് അത് ചുരുക്കുന്നു. പക്ഷേ ജനം അതല്ല പറഞ്ഞത്, ജനം അതല്ല കരുതിയത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ, ഈ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മറിച്ചൊരു പ്രതിച്ഛായ നിർമ്മിതി സൃഷ്ടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷേ സമയം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണയും ഇതേ പരാജയത്തിൽ നിന്ന് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പാർട്ടി അഭിമുഖീകരിച്ചു, വൻ വിജയം നേടി. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത വിധം വലിയ തിരിച്ചുവരവും ഇടതുപക്ഷം നേടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ശൈലി തിരുത്തേണ്ടതില്ല എന്നല്ല, ശൈലി മാറ്റേണ്ടതുണ്ട്. ആഴത്തിലുള്ള പഠനങ്ങളും ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.